ഓക്കെ, സോ നമുക്ക് കാലിഫത്ത് റൂൾ എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. നമുക്ക് ഖിലാഫത്ത് ഭരണം അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ദ സക്സസേഴ്സ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് ഹു കെയിം ടു പവർ ആഫ്റ്റർ ഹിസ് ഡെത്ത് വെർ നോൺ ആസ് കാലിഫ്സ്. അതായത് നമ്മൾ കഴിഞ്ഞ സെൻട്രൽ ഇസ്ലാമിക് റീജിയനിലെ മുഹമ്മദ് നബിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. സോ മുഹമ്മദ് നബിയുടെ മരണശേഷം അധികാരത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ, ഓക്കെ, സക്സസേഴ്സ് എന്ന് പറയുന്നത് പിൻഗാമികൾ, മുഹമ്മദ് നബിയുടെ മരണശേഷം വന്ന ആളുകൾക്കാണ് നമ്മൾ കാലിഫ്സ് അല്ലെങ്കിൽ ഖലീഫമാർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കാലിഫ്സ് അല്ലെങ്കിൽ ഖലീഫമാർ. ദെയർ റൂൾ ഈസ് കോൾഡ് ദ കാലിഫേറ്റ്. അവരുടെ ഭരണത്തെയാണ് നമ്മൾ ഖലീഫത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എ കാലിഫ് വാസ് ബോത്ത് ദ റിലീജിയസ് ലീഡർ ഓഫ് ഇസ്ലാം ആൻഡ് ദ ഹെഡ് ഓഫ് ദി അറബ് സ്റ്റേറ്റ്. ഒരു ഖലീഫ എന്ന് പറയുന്നത് എന്താണ്? ഒരേ സമയം അറബ് രാജ്യത്തിൻ്റെ തലവനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എ കാലിഫ് വാസ് ബോത്ത് റിലീജിയസ് ലീഡർ ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ തലവനും അതുപോലെ അവരുടെ രാജ്യത്തിൻ്റെ തലവനുമായിരിക്കും, അറബ് രാജ്യത്തിൻ്റെ. ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ദി ഫസ്റ്റ് 4 കാലിഫ്സ് ദ ക്യാപിറ്റൽ ഓഫ് അറബ് എംപയർ വാസ് മദീന. ഓക്കെ, ആദ്യത്തെ 4 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ആദ്യത്തെ 4 ഖലീഫമാർ ആരൊക്കെയാ? അബൂ ബക്കർ അല്ലേ, ഉമർ, ഉസ്മാൻ, അലി. These are the 4 Khalifas at that time. ആ സമയത്തുള്ള 4 പ്രധാനപ്പെട്ട ഖലീഫമാരെ നമ്മൾ മദ്രസകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഇതാണ്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. ഓക്കെ, അപ്പോൾ ഈ 4 ഖലീഫമാരായിരുന്നു ആദ്യകാലത്ത് ഈ ആദ്യത്തെ 4 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ അറബ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം മദീനയായിരുന്നു കേട്ടോ. ഓക്കെ, ലെറ്റ് us see who the early caliphs were. ആരൊക്കെയായിരുന്നു കാലിഫ് എന്നാണ്? ഓക്കെ, അപ്പോൾ ആദ്യകാല ഖലീഫമാർ, ദ ഏർലി കാലിഫ്സ്, അബൂ ബക്കർ, ഉമർ, ഉസ്മാൻ, അലി. ഓക്കെ, then we move on to ഉമയ്യദ് ഡൈനാസ്റ്റി. എന്താണ് ഉമയ്യദ് ഡൈനാസ്റ്റി? ഡൈനാസ്റ്റി മീൻസ് രാജവംശം. ഓക്കെ, ഉമയ്യദ് ഡൈനാസ്റ്റി, ഉമയ്യദ് രാജവംശം. Muawiyah, the governor of Syria, seized power following the insecurity that arose after the death of the 4th Caliph Ali. അതായത് 4ാമത്തെ ഖലീഫയായിട്ടുള്ള അലി ഉണ്ടല്ലോ, അവരുടെ മരണശേഷം ഉണ്ടായ ആ ഒരു ഇൻസെക്യൂരിറ്റി, ആ ഒരു അരക്ഷിതാവസ്ഥയെ തുടർന്ന് സിറിയയിലെ ഗവർണറായ മുആവിയ എന്ത് ചെയ്തു? അധികാരം പിടിച്ചെടുത്തു. ഓക്കെ, സിറിയയിലെ ഗവർണറായ മുആവിയ എന്ത് ചെയ്തു? ഈ അലിയുടെ മരണശേഷം എന്ത് ചെയ്തു? അവിടെ പിടിച്ചെടുത്തു. ഓക്കെ, സിറിയയിലെ ഗവർണറായ മുആവിയ അധികാരം പിടിച്ചെടുത്തു. ആൻഡ് ദ ഡൈനാസ്റ്റി ഹി ഫൗണ്ടഡ് വാസ് ദ ഉമയ്യദ് ഡൈനാസ്റ്റി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു രാജവംശം സ്ഥാപിച്ചു. ആ രാജവംശമാണ് ഉമയ്യദ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡൈനാസ്റ്റി ഹി ഫൗണ്ടഡ് വാസ് ദ ഉമയ്യദ് ഡൈനാസ്റ്റി. ദേ മൂവ്ഡ് ദ ക്യാപിറ്റൽ ടു ഡമസ്കസ് ഇൻ സിറിയ. അവരെന്ത് ചെയ്തു? അവരുടെ തലസ്ഥാനം സിറിയയിലെ ഡമസ്കസിലേക്ക് മാറ്റി. Abdul Malik, the Caliph of Umayyad dynasty, emphasized Arabhood. Let us examine them. ഈ ഉമയ്യദ് രാജവംശത്തിലെ ഖലീഫയായിട്ടുള്ള അബ്ദുൽ മാലിക് അറബ് മതത്തിന് നല്ല പ്രാധാന്യം നൽകി. ഓക്കെ, സോ എന്തൊക്കെയാണ് പ്രാധാന്യം കൊടുത്തെന്ന് നോക്കാം. ഒരു 3 ബോക്സസ് ഉണ്ട് അല്ലേ, 3 ഗ്രീൻ ബോക്സസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ മെയ്ഡ് അറബിക് ദ ഒഫീഷ്യൽ ലാംഗ്വേജ്. അറബി എന്ത് ചെയ്തു? ഒരു ഔദ്യോഗിക ഭാഷയായിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം പ്രഖ്യാപിച്ചു.
Then second, implemented the Islamic currency system. ഇസ്ലാമിക കറൻസി സമ്പ്രദായം എന്ത് ചെയ്തു, നടപ്പിലാക്കി. Then build the dome of the rock in Jerusalem. ജെറുസലേമിൽ എന്താ പറയുക, ഒരു പാറയുടെ താഴികക്കുടം പണിതു. എന്ന് വെച്ചാൽ ലുക്ക് അറ്റ് ദ പിക്ചർ, ഫിഗർ 11.7. ഓക്കെ, ദിസ് ഈസ് ദ ഡോം ഓഫ് ദ റോക്ക്. ഇത് നമ്മുടെ അബ്ദുൽ മാലിക് എന്ന് പറയുന്ന അദ്ദേഹം എന്ത് ചെയ്തു, നിർമ്മിച്ചു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അബ്ബാസികൾ. The Abbasid dynasty came into power under the leadership of Abdul Abbas by overthrowing the Umayyad dynasty. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ ഉമ്മയ്യദ് രാജവംശത്തെ കുറിച്ചായിരുന്നു. അങ്ങനെ ഈ ഉമ്മയ്യദ് രാജവംശത്തെ എടുത്തു മാറ്റിയിട്ട് അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ അബ്ദുൽ അബ്ബാസ് എന്ന് പറയുന്ന ഒരു ആൾ വരികയാണ്. അതായത് ഉമ്മയ്യദ് രാജവംശത്തേക്ക് അട്ടിമറിച്ചിട്ട് അബ്ദുൽ അബ്ബാസിൻ്റെ നേതൃത്വത്തിൽ അബ്ബാസിദ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ അബ്ബാസിദ് രാജവംശം എന്ത് ചെയ്തു, അധികാരത്തിൽ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഉമയ്യദ് ഡൈനാസ്റ്റി എന്ത് ചെയ്തു, അവിടെ അട്ടിമറിച്ചു നമ്മൾ അബ്ദുൽ അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തി. പിന്നെ എന്താ, ദേ മൂവ് ദ ക്യാപിറ്റൽ ഫ്രം ഡമസ്കസ് ടു ബാഗ്ദാദ്. അങ്ങനെ അവർ തലസ്ഥാനം, ഡമസ്കസ് ആയിരുന്നു തലസ്ഥാനം, എന്ത് ചെയ്തു, ബാഗ്ദാദിലേക്ക് മാറ്റി. The most important poet and scholar among them was ഹാറൂൺ അൽ റഷീദ്. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയറ്റ്, കവിയും സ്കോളർ, പണ്ഡിതനും ഹാറൂൺ അൽ റഷീദ് ആയിരുന്നു. ഓക്കെ, then let's move on to the Arab contributions to the world. അതായത് ലോകത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അറബികൾ സംഭാവന ചെയ്തത് നോക്കാം. The Arab people were the ones who had built a unique culture. ഈ അറബ് പീപ്പിൾസ് അല്ലെങ്കിൽ അറബ് ജനത ഒരു എന്താ പറയുക, ഒരു യൂണിക് കൾച്ചർ, ഒരു സവിശേഷ സംസ്കാരം കെട്ടിപ്പടുത്തവരായിരുന്നു. They had an efficient government, a postal system and a tax collection system. അവർക്ക് എന്തൊക്കെയുണ്ടായിരുന്നു, ഒരു പോസ്റ്റൽ സിസ്റ്റം, അതായത് ഒരു തപാൽ സംവിധാനം ഉണ്ടായിരുന്നു. അതുപോലെ എന്തൊക്കെയാ, ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ദെൻ നികുതി പിരിവ് സംവിധാനം, ടാക്സ് കളക്ഷൻ സിസ്റ്റം ഒക്കെ ഈ അറബുകൾക്ക് ഉണ്ടായിരുന്നു. They were able to achieve a lot of progress in the field of education. വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് വളരെയധികം പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിരുന്നു. The universities in Baghdad, Damascus, Cairo and Cordoba are examples of this. അതായത് ബാഗ്ദാദിലും ഡമസ്കസ്, കെയ്റോ, കോർഡോബ എന്നിവിടങ്ങളിലുള്ള യൂണിവേഴ്സിറ്റീസ്, സർവകലാശാലകളൊക്കെ ഇതിനൊരു ഉദാഹരണങ്ങളാണ്. It was the Arabs who contributed algebra and Arabic numerals to the world. 0, which was a contribution of India, was spread to the whole world by the Arabs. The Arab എന്ന് വെച്ചാൽ ലോകത്തിലെ എന്താ പറയുക, ലോകത്തിൽ നമ്മുടെ ഓൾജിബ്ര അല്ലേ, ബീജഗണിതം, അതുപോലെ അറബിക് ന്യൂമറൽസ്, അറബി സംഖ്യകളും എന്ത് ചെയ്തു, കോൺട്രിബ്യൂട്ട് ചെയ്തത് അല്ലെങ്കിൽ സംഭാവന ചെയ്തത് അറബികളാണ്. 0, which was a contribution of India, was spread to the whole world by the Arab. അതായത് ഇന്ത്യയുടെ സംഭാവനയായ 0 എന്താണ്, ലോകമെമ്പാടും വ്യാപിപ്പിച്ചത് അറബികളാണ്. The Arab were also inventors of many chemical processes in chemistry. അല്ലേ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കെമിസ്ട്രിയിലെ ഒരുപാട് എന്താണ് കെമിക്കൽ പ്രോസസ്സസ്, അതായത് കെമിസ്ട്രിയിലുള്ള രാസപ്രക്രിയകളുടെ ഒക്കെ ഉപജ്ഞാതാക്കൾ അറബുകളായിരുന്നു. ഇൻവെൻറ്റേഴ്സ്, ഉപജ്ഞാതാക്കൾ അറബുകളായിരുന്നു. They were also the inventors of optics. ഒപ്റ്റിക്സിൻ്റെ ഇൻവെൻറ്റേഴ്സും കൂടി ആയിരുന്നു, ഉപജ്ഞാതാക്കളും കൂടി ആയിരുന്നു അവർ. പിന്നെയോ they had knowledge about tuberculosis, smallpox, stomach cancer and plague.
അവർക്ക് അപ്പം ക്ഷയം, ട്യൂബർക്ലോസിസ് ക്ഷയം, പിന്നെ സ്മോൾ ബോക്സ്, വസൂരി, സ്റ്റൊമക് ക്യാൻസർ അല്ലെ, ആമാശയ അർബുദം, പ്ലേഗ് എന്നിവയെക്കുറിച്ചൊക്കെ അവർക്ക് നല്ല അറിവുകളുണ്ടായിരുന്നു. The 1001 Night is a famous book in Arabic literature. ഓക്കെ, എന്താണ് 1001 രാത്രികൾ, 1001 Night എന്ന് പറയുന്ന ഒരു അറബി സാഹിത്യത്തിലെ പ്രശസ്തമായ ഒരു പുസ്തകമാണ്. Let us examine their contributions in other field. അവരുടെ മറ്റ് മേഖലകളിലുള്ള സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. So there are some scientists and their field and their book. അല്ലേ, ഏതൊക്കെ അറബുകളുടെ പേരുകളുണ്ട്, അതുപോലെ അവർ ഏതൊക്കെ ഫീൽഡിലാണ് വർക്ക് ചെയ്തതെന്നുണ്ട്, അവരുടെ ബുക്കുകൾ ഏതൊക്കെയാണെന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് റീഡ് ചെയ്യാം. ഓക്കെ, സോ മോംഗോൾ എംപയർ, മംഗോളിയൻ സാമ്രാജ്യം. The Mongols were a nomadic tribe that lived in the eastern part of Central Asia. ഈ മംഗോളിയക്കാർ നമ്മുടെ സെൻട്രൽ ഏഷ്യയുടെ എന്താണ് ഈസ്റ്റേൺ ഭാഗത്ത് താമസിച്ചിരുന്ന ഒരു നൊമൈഡിക് മീൻസ് ഒരു നാടോടി ഗോത്രം. നാടോടികൾ മീൻസ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നിൽക്കാത്ത ആളുകൾക്കാണ് നമ്മൾ നൊമാഡിക് ട്രൈബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മംഗോളിയയിൽ എന്താണ് മംഗോളിയക്കാർ സെൻട്രൽ ഏഷ്യയുടെ ഈസ്റ്റേൺ ഭാഗത്ത് താമസിച്ചിരുന്ന ഒരു നാടോടി ഗോത്രമായിരുന്നു, നൊമൈഡിക് ട്രൈബ്സ് ആയിരുന്നു. ദിസ് ട്രൈബ് ട്രാവൽഡ് ഓൺ ഹോഴ്സ് ബാക്ക് ഇൻ സെർച്ച് ഓഫ് പാസ്റ്റേഴ്സ് ഡ്യൂറിങ് ദ ഡേ ആൻഡ് ലിവ്ഡ് ഇൻ ടെൻസ് അറ്റ് നൈറ്റ്. ഇവർ പകൽ സമയത്ത് നമ്മുടെ മേച്ചിൻപുറങ്ങൾ തേടിയിട്ട് കുതിരപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുകയും അതുപോലെ രാത്രിയിൽ എന്താണ് ടെൻറ്റ് കെട്ടി അവിടെ താമസിക്കുകയും ചെയ്യുന്ന ഒരു തരം ട്രൈബ്സായ ഒരു തരം ഗോത്രക്കാരായിരുന്നു ഈ മംഗോളിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പകൽ മുഴുവനും എന്താണ് അവർ കുതിരപ്പുറത്ത് ഇങ്ങനെ ഈ പാസ്റ്റേഴ്സ് മീൻസ് ഹിയർ നമ്മുടെ എന്താ പറയുക മേച്ചിൻപുറങ്ങളൊക്കെ ഉണ്ടല്ലോ, സോ പച്ചപ്പുല്ലുള്ള ഏരിയാസൊക്കെ, അപ്പോൾ അതൊക്കെ തേടി നടന്നിട്ട് പിന്നെ രാത്രിയിൽ അവർ ടെൻറ്റ് കെട്ടിയിട്ട് അവിടെ താമസിക്കുകയും ചെയ്തിരുന്നു. Then Genghis Khan united the various Mongol tribes which have been fighting each other for a long time and led the foundation of the Mongol Empire. അതായത് ഈ ഗോത്രം വളരെ കാലമായി പരസ്പരം പോരടിച്ചിരുന്ന ഒരുപാട് മംഗോളിയൻ ഗോത്രങ്ങളെ എന്താണ് ചെങ്കിസ് ഖാൻ ഒന്നിപ്പിക്കുകയും മംഗോളിയൻ സാമ്രാജ്യത്തിന് അടിത്തറയിടുകയും ചെയ്തു. ഈ ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, ഒരുപാട് കാലം പോരടിച്ചിരുന്ന ഒരുപാട് മംഗോളിയൻ ഗോത്രങ്ങളെ എന്ത് ചെയ്തു, ഒന്നിപ്പിക്കുകയും മംഗോളിയൻ സാമ്രാജ്യത്തിനൊരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ ഇടുകയും ചെയ്തു. ആൻഡ് ഹിസ് റിയൽ നെയിം വാസ് തെമുജിൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് തെമുജിൻ എന്നായിരുന്നു. The name Genghis Khan was given to him by the Mongol Tribal Council. മംഗോളിയൻ ഗോത്ര ആ ഒരു ഗോത്ര സമിതിയാണ് ഈ ചെങ്കിസ് ഖാൻ എന്ന പേര് അദ്ദേഹത്തിന് നൽകിയത്. The capital of the Mongol was Karakoram. കാരക്കോറം ആയിരുന്നു മംഗോളിക്കാരുടെ ക്യാപിറ്റൽ, തലസ്ഥാനം. Genghis Khan started a postal system to connect different parts of the country. അതായത് നമ്മുടെ എന്താണ് വ്യത്യസ്തമായുള്ള ആളുകളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെങ്കിസ് ഖാൻ എന്ത് ചെയ്തു, ഒരു തപാൽ സംവിധാനം ആരംഭിച്ചു, ഒരു പോസ്റ്റൽ സിസ്റ്റം എന്ത് ചെയ്തു അദ്ദേഹം ആരംഭിച്ചു വിവിധ രാജ്യങ്ങളിലായിട്ട്. ദിസ് വാസ് നോൺ ആസ് യാം. ഇത് യാം എന്ന് അറിയപ്പെട്ടിരുന്നു. ഹോഴ്സസ് വർ യൂസ്ഡ് ഫോർ എഫിഷ്യൻറ്റ് ഫങ്ഷനിങ് ഓഫ് ദിസ് സിസ്റ്റം. ഇപ്പം നമ്മൾ പറഞ്ഞ പോസ്റ്റൽ സിസ്റ്റം
ഒക്കെ യൂസ് ചെയ്തിരുന്നു പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോയ്സ്, കുതിരകളെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഹി ഓൾസോ ഇൻട്രൊഡ്യൂസ് എ കോഡ് ഓഫ് ലോ കോൾഡ് യാസ. ഈ എന്താ പറയുക, ഈ സംവിധാനത്തിൻ്റെ കാര്യക്ഷമതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അയാൾ കുതിരകളെയാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ യാസ എന്ന പേരിലൊരു നിയമ സാഹിത്യവും എന്ത് ചെയ്തു, അദ്ദേഹം അവതരിപ്പിച്ചു.